വിമർശിച്ച പറയാൻ ഹിന്ദു ഫാഷിസത്തിന്റെ മുഖം. എന്ത് ഹിന്ദു ഫാഷിസത്തിന്റെ മുഖം? ഗണേശൻ വിമർശിച്ച പറയാം. അബ്ദുൽ നാസർ ഒരു കാര്യം മനസ്സിലാക്കണം, ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനമല്ല. ആരാ പറഞ്ഞത്? എങ്ങനെയാണ്? ലീഗ് വേറെ മറുപടി പറഞ്ഞോളണം, ലീഗ് വേറെ പറയണം. മുസ്ലിം സമുദായത്തിലുള്ള വിമർശനമല്ല. രാജ്യത്തെ കള്ളൻ ഹിന്ദു കള്ളൻ എന്ന് വിളിക്കാറുണ്ടോ? മുസ്ലിം കള്ളൻ എന്ന് വിളിക്കാറുണ്ടോ? രാജ്യത്തെ കൊലപാതകി ഹിന്ദു കൊലപാതകി, മുസ്ലിം കൊലപാതകി. ഈ രാജ്യത്തിന്റെ ക്രിമിനൽ നിയമത്തിൽ എല്ലാവർക്കും ബാധമാണ്. അവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തെല്ലാം പ്രശ്നം? ഈ കാഞ്ചി കാമക്കോടി മഠാധിപതി എന്ന് പറഞ്ഞിട്ട് ഒരു സന്യാസി വരെ അറസ്റ്റ് ചെയ്തല്ലോ. ഇവിടെ ഈ ശബരിമലയിലെ തന്ത്രി കണ്ഠരര് മോഹനർ കേട്ടിട്ടില്ലേ? കണ്ഠരര് മോഹനർ അറസ്റ്റ് ചെയ്തല്ലോ. ആരാണ്? സന്തോഷ് മാധവൻ. സന്തോഷ് മാധവൻ അറസ്റ്റ് ചെയ്തല്ലോ. ഇവിടുത്തെ ഹിന്ദു സമൂഹം ഹിന്ദു സമുദായത്തിന് നേരെ വെല്ലുവിളിയാക്കി പറഞ്ഞു, കള്ളന്മാർ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഹിന്ദു സമുദായം, എന്ത് മുസ്ലിം സമുദായം? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇവിടെ എന്താണ് ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് അഭയ കൊലക്കേസ്, അതുമായി ബന്ധപ്പെട്ട സിസ്റ്ററെ ഒരു പാതിരി അറസ്റ്റ് ചെയ്തല്ലോ. രാജ്യത്ത് മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെയുള്ള വെല്ലുവിളി. അങ്ങനെ കള്ളന്മാർ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, കള്ളനാണ്. പിന്നെ അവൻ ഹിന്ദു മുസ്ലിമോ എന്ന് പറയുന്നത്? അബ്ദുൽ നാസർ മദനി വിമർശിക്കുമ്പോ അത് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള വിമർശനമെന്ന് കരുതരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇത് അപകടമാണ്. ഞങ്ങൾ പറയുന്നത് സൂഫിയ മദനി നിരപരാധിയാണെങ്കിൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ അത് അർപ്പിച്ചവർ തിരിച്ചു വരട്ടെ. ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. മദനി നിരപരാധി എന്തോ ആയിക്കോട്ടെ. മദനി ജീവിച്ചിരുന്നിട്ടും രണ്ടു കാലിൽ നടന്നപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു ഭയം അറിയില്ല. അറിയോങ്ങള് അതിനേക്കാൾ വലിയ ശുചായികളെ കണ്ടിട്ട ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ കാലത്തെത്തിക്കുന്നത്. പക്ഷേ ഒരു സന്തോഷമോ ആഹ്ലാദമൊന്നുമല്ല. പക്ഷെ സമുദായത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിഷവിത്തുകൾ പാകരുത്. ഇന്നത്തെ ഈ കേരളം ഉണ്ടല്ലോ, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് ഈ കേരളം. ലോക മുസ്ലിങ്ങൾക്ക് അതിശയോക്തി പറയണോ? പണ്ട് കൊടുവള്ളിയിലെ വാവാട് വന്ന് 10 കൊല്ലം മുമ്പ് ഞാനിത് പറഞ്ഞാൽ ഒരു പക്ഷെ അതിശയോക്തിയാണ്. എന്നാൽ ഇന്നതല്ല. നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇന്റർനെറ്റ് വഴി അവൻ ലോകത്തൊന്ന് നോക്കട്ടെ. ലോകത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കട്ടെ. സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല. നിങ്ങൾ അറിയുമോ? കഅബയും റൗള ഷരീഫും നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ, ആ സൗദി അറേബ്യയിൽ ഉണ്ടാവില്ല ഈ ദൈവത്തിന്റെ അനന്തമായ സാധ്യത. ഈ നാട് പോലെ അമ്പുരചുംബികളായ പള്ളികൾ കാസർഗോഡ് മുതൽ അനന്തപുരി വരെ ഉറുമ്പ് കൂടുകെട്ടുന്ന പോലെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അവരുടെ വിയർപ്പ് പിടിയരി വീടുകളിൽ പോയി തെണ്ടി നടന്ന് കോഴിമുട്ട ലേലം ചെയ്ത് വിറ്റെടുത്ത ഈ പള്ളികളും മദ്രസകളും അറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ ഈ കേരളക്കരയുടെ മണ്ണിൽ ഉണ്ടാക്കി വെച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്തത് ആരെ ആക്രമിച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടുമല്ല. ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന് മാതൃകയാം വണ്ണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയാക്കി കൊടുത്ത ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? മദീന കരാർ. അവിശ്വാസികൾ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ കരാർ നിർവഹിച്ചിട്ടുള്ള ആ ഉത്തമമായ മാതൃക, ആ മാതൃക പ്രവാചകൻ കാണിച്ചതാണ്. ആ മദീന കരാറിന്റെ വെളിച്ചത്തിൽ സ്വന്തം രാജ്യത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ലോകത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തി അനിഷേധ്യമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഈ കേരളക്കരയിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി, അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛ, അങ്ങനെ ഒരു രാഷ്ട്രീയ ഫോഴ്സ് ലോകത്ത് തന്നെ ഈ കേരളക്കരയിലേ ഉള്ളൂ. ആ ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ സ്പന്ദനങ്ങളെ തകർക്കാൻ, ഇസ്ലാമിന്റെ മനോഹാരിതയെ തകർക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ഭാഗം. ഇത് തകർക്കുക അത് ലീഗിന് നേരെ മാത്രമല്ല, സമസ്തയുടെ ഉരുക്കുകോട്ടയെ തകർക്കാൻ, നെതുമത്തുൽ മുജാഹിദീന്റെ ഭദ്രമായ സംഘടനാ സംവിധാനത്തെ തകർക്കാൻ, മലയാളത്തിലെ മുസ്ലിം ഉമ്മത്ത് കൈവരിച്ച ഈ നേട്ടങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് അവരെ ഇറക്കിവിടാൻ എന്താ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെയാണോ? മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെയാണോ? കശ്മീരിലെ മുസ്ലിങ്ങളെയാണോ? ഇറാഖിലെ മുസ്ലിങ്ങളെയാണോ? ആരെ പറയണം? കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിത വ്യവസ്ഥയുമായി വെല്ലുവിളിച്ചുകൊണ്ട് പകരം കാണിക്കാൻ കഴിയുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾ കാണിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, ഈ പച്ചക്കൊടി ഞങ്ങൾ താഴെ വെക്കാം, ഒരു മടിയില്ല, പച്ചക്കൊടി താഴെ വെക്കാം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മുസ്ലിം ഉമ്മത്തിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബംഗാളിൽ, ഗുജറാത്തിൽ, ആസാമിൽ, മഹാരാഷ്ട്രയിൽ. അതാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? അതാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? അതുകൊണ്ട് യൂത്ത് ലീഗുകാർ ആത്മാഭിമാനത്തോടുകൂടി ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു മുസ്ലിമായി ജീവിക്കല്ല, കാനേഷുമാരിയിൽപ്പെട്ട ഒരു മുസ്ലിമായി ജീവിക്കല്ല. മുസ്ലിം എന്ന് പറയുമ്പോ നെഞ്ചിൻ കൂട്ടിനകത്തു നിന്നൊരു ആത്മാഭിമാനബോധം പുറത്തേക്ക് വരണം. ഞാൻ എന്റെ മനസ്സിനകത്തു നിന്നൊരു സന്തോഷം ഉണ്ടാവണം. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ലീഗ് കൊടുത്തിട്ടുണ്ട്. ഇസ്സത്തുള്ള ഒരു സമുദായമാണ്. 67% റവന്യൂ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്ന് ഒരു ലീഗിന്റെ പ്രവർത്തകൻ ഇത്തിരി
ഇത്തിരി അഹങ്കാരത്തോടുകൂടെ വേദിയിൽ വെച്ച് പ്രസംഗിക്കാറുണ്ടോ? അവനവന്റെ ഒരു ചെറിയ സന്തോഷം കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ഇത്തിരി സംശയത്തെ, ഇത്തിരി സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ 100-ൽ 1 സംശയം പോലും 67% റവന്യൂ വകുപ്പ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ ഒരു ഹിന്ദു സമുദായത്തിന്റെ മനസ്സിലില്ല. അതാ കാര്യം. വിശ്വാസമാണ് അവർക്ക്, ലീഗിനെ, മുസ്ലിം ഉമ്മത്തിനെ. അവർക്കറിയാം 67%. കേരളത്തിലെ ഖജനാവ് തന്നെ കൊണ്ടുപോയി ഭദ്രമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരിടം കേരളക്കരയിലുണ്ടെങ്കിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ്. ഇതിലെ ഒരു അരക്ക ഉറുപ്പി എടുത്തിട്ട് ഒരു പള്ളി ഉണ്ടാക്കൂല. അന്യായമായ ഒരു പണം ഉപയോഗിച്ച് അവർ മദ്രസ ഉണ്ടാക്കൂല. മുസ്ലിം സമുദായത്തിന് അനർഹതപ്പെട്ടത് ഒന്നും അവർ വാങ്ങിക്കൊടുക്കില്ല. തലമുടി നാരിടയോളം ഞങ്ങളുടെ സിയച്ച് പഠിപ്പിച്ചതാണ്. മുസ്ലിം സമുദായത്തിന് അഭിമാനബോധം ഉണ്ടാക്കി കൊടുത്തു ലീഗ്, ആത്മഹർഷം ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങളെ തലകുലിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു മഹാപ്രപഞ്ചമാണ്. നമ്മൾ എഴുന്നേറ്റിട്ട് രാവിലെ മുതൽ തുടങ്ങില്ലേ, സുബഹി മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഴിപ്പെട്ടോർക്കും വഴിപ്പെടാത്തോർക്കും ഈ ദുനിയാവിൽ അനുഗ്രഹം ചെയ്യുന്ന അള്ളാഹുവിനെ കുറിച്ച് റഹ്മാൻ റഹീം എത്ര തവണ, ഭൂമിയിൽ കരുണ ചെയ്യുന്നവരെ അള്ളാഹു കാത്തുക്കാണ്. ആകാശത്ത് തിരിച്ചു നിങ്ങൾക്ക് കരുണ ചെയ്യാൻ. ഇവിടെ കരുണ ചെയ്യാത്തവർക്ക് അള്ളാഹു തിരിച്ചു ചെയ്യില്ല കേട്ടോ. അത് വിചാരിച്ചു നിൽക്കണ്ട. ഇവിടെ നിങ്ങൾ കരുണ കാണിച്ചില്ലെങ്കിൽ, ക്രൂരത കാണിച്ചാൽ, ബോംബ് വെച്ചാൽ, മറ്റുള്ളവരെ കൊത്തിമുറിവേൽപ്പിച്ചാൽ, അടിച്ചു പരിക്കേൽപ്പിച്ചാൽ അള്ളാഹു നിന്നെ വെറുതെ വിടില്ല. ഒരു കരുണയും അള്ളാഹുവിൽ നാം പ്രതീക്ഷിച്ചുകൂടാ. ഇതെന്തൊരു സ്നേഹത്തിന്റെ മതാണ്. അസ്സലാമു അലൈക്കും എന്നേ പറയാറുള്ളൂ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. പ്രവാചകരെ, എന്താണ് സ്വർഗം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട്. സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോ കത്തിയും ബോംബും കൊടാലിയൊക്കെ ആയിട്ടാ പോവുക, എസ് കത്തിയോ ഐ കത്തിയോ ആയിട്ടാ. സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് സന്തോഷം നിറഞ്ഞ മനസ്സുമായിട്ടല്ലേ. അള്ളാഹുവിന്റെ അടുത്തേക്ക് വലിയ യുദ്ധം കഴിഞ്ഞു വരുന്ന സഹാബത്തിനോട്, ഇല്ല സഹാബത്തെ, യുദ്ധം ഇനി പോകുമ്പോ അതിന്റെ ആഹ്ലാദത്തിനപ്പുറത്ത് ചില നിബന്ധനകളും നിങ്ങൾ പാലിക്കണം പറഞ്ഞു. കുട്ടികൾ ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ടോ, പ്രായമുള്ളവർക്ക് പരിക്ക് പറ്റിയത് കേട്ടോ, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ ശക്തമായ ഭാഷയിൽ പ്രവാചകം പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോ. അവന്റെ മാർഗത്തിലാവണം. അവന്റെ മാർഗത്തിലാകുമ്പോ ചില നിബന്ധനകളുണ്ട്. നിങ്ങൾക്ക് തോന്നിയ പോലെ തോന്നിയാസം കളിക്കാൻ, നിരാഹാരം കടക്കാനും മറ്റു ഏർപ്പാടുകൾക്ക് പോണ പോലെ അല്ല. അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ മാർഗം വരച്ചു വെച്ചിട്ടുണ്ട്. വലാ തഅ്ദുറു വലാ തഅലു, അതിന് കവിയരുത്, വഞ്ചന കാണിക്കരുത്. വലാ തുവസ്സിലു, ചിത്രപദം ചെയ്യരുത്. വലാ തഖ്തുലു ശൈഖൻ കബീറ, പ്രായമുള്ളവരെ ആക്രമിക്കരുത്. സ്ത്രീകളെ അരുത്, അവരാക്രമിക്കരുത്, അബലകളാണ്. വലംറഅതൻ, കുട്ടികളെ ആക്രമിക്കരുത്, അവർ കുട്ടികളാണ്, പാപങ്ങളാണ്. വലാ വലീദൻ വലാ റാഹിബൻ ഫീ സൗമ, ഏതൊരുവനും അവന്റെ ക്ഷേത്രത്തിൽ, അവന്റെ ചർച്ചിൽ, അവന്റെ പള്ളിയിൽ അവനിരിക്കാൻ ശത്രുവാകാം. പക്ഷെ അവിടെ നിന്നിറങ്ങി വന്ന് നീയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് വരെ നീ അവനെ ആക്രമിക്കരുത്. ഒരു മതത്തിന്റെ വിശാലമായ അർത്ഥം പറഞ്ഞു കൊടുത്തു. അതിക്രമം പാടില്ല, അന്യായം പാടില്ല, നെറികേട് പാടില്ല, കൃത്യമായി വരച്ചു വെച്ചു കൊടുത്തു. ലോകത്തിന് മാതൃകയാകേണ്ട ഒരു മതത്തെ കത്തിയുടെ മതമായി, ചോരയുടെ മതമായി, അപകടത്തിന്റെ മതമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ കഴിയേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർവഹിക്കുന്നത്. ആ ബാധ്യതയാണ് 60 കൊല്ലക്കാലമായി ഈ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ ഇഴുകിച്ചേർന്ന് സകല ദുഷ്ടശക്തികളോടും പൊരുതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം